സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രതിഷേധം തുടർന്ന് ഉദ്യോഗാർത്ഥികൾ അവസാന ദിവസമായി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടത്തും. വൈകിട്ട് 5 മണിക്ക് വാർത്താസമ്മേളനം നടത്തി സമരം അവസാനിപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിട്ടുള്ളത്. നിയമനം വൈകുന്നതിൽ കഴിഞ്ഞ 61 ദിവസമായ ഉദ്യോഗാർത്ഥികൾ സമരത്തിലായിരുന്നു, പ്രതിഷേധത്തിലായിരുന്നു. ആഷിൻ ഡിയേഗസ് ഇറക്കിയ റിപ്പോർട്ട്. 2019 CPO റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏപ്രിൽ 12 അർദ്ധരാത്രി 12 മണിയോടുകൂടി തന്നെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇപ്പോൾ നിൽക്കുന്ന ചോദ്യം, ഈ വരുന്ന 1000-ഓളം പേരടങ്ങുന്ന ഈ യുവാക്കൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ചോദ്യം. കാരണം ഈ നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 2 മാസത്തോളമായി 62 ദിവസത്തോളമായി ഈ യുവാക്കൾ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരത്തിലായിരുന്നു. വിവിധ തരത്തിലുള്ള സമരങ്ങളായിരുന്നു ഇവർ നടത്തിയിരുന്നത്. പുല്ല് തിന്നു, തലമുണ്ടനം ചെയ്തു, ശയന പ്രദർശനം നടത്തി, മണ്ണ് തിന്നു, അങ്ങനെ ഇവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ പല വിധത്തിലുള്ള സമരങ്ങളായിരുന്നു ഇവർ ഇവിടെ നടത്തിയിരുന്നത്. പക്ഷേ ഈ സമരങ്ങളൊന്നും സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന് ഇവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അനുകൂലമായ നടപടിയോ ഇടപെടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒരു കാക്കി എന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുള്ളത്. ഇന്ന് ഈ കാലാവധി തീരുകയാണ്. എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പരിപാടി? സത്യം പറഞ്ഞാൽ തികച്ചും നിരാശാജനകമായിട്ടുള്ളൊരു അവസ്ഥയാണിത്. കാരണം 61ാമത്തെ ദിവസമാണ് നമ്മളിന്ന് സമരം ചെയ്യുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തിനാണ് ഇത്രയും യുവാക്കൾ ഇവിടെ കിടന്ന് സമരം ചെയ്യുന്നതെന്നൊന്ന് അന്വേഷിക്കാൻ പോലും ആരും വരാത്തൊരു സാഹചര്യമാണ്. ഒരു 10,000-ഓളം യുവാക്കളെയാണ് സംസ്ഥാന സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത്. ഇതിന് സംസ്ഥാന സർക്കാർ തീർച്ചയായും ഉത്തരം പറഞ്ഞാൽ മതിയാവും. യുവജന സംഘടനകൾ, ഭരണപക്ഷ യുവജന സംഘടനകൾ എവിടെയെന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. പല സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലില്ലായ്മയ്ക്കെതിരെ മനുഷ്യശൃംഖല ചെയ്ത DYFI എന്നൊക്കെ പറയുന്ന സംഘടനകൾ എന്താണ് നമ്മുടെ ഒരവസ്ഥ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാത്തത്? നമ്മൾ അത് ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നും പ്രതിഷേധം ഉണ്ടാവും. ഈ അവസാനിക്കാൻ മണിക്കൂറുകളാണല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ ഇന്നും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടുണ്ടാവും. അതെ, ഉറപ്പായിട്ടും ശക്തമായ പ്രതിഷേധം തന്നെയാണ്. നമുക്ക് ന്യായമായിട്ട് ലഭിക്കാനുള്ള വേക്കൻസികൾ ഇന്ന് രാത്രി 12 മണി വരെ സമയമുണ്ട്. അതിനുള്ളിലെങ്കിലും ദയവേത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയെങ്കിലും നീട്ടുക എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം 10,000-ലധികം ഉദ്യോഗാർത്ഥികൾ പുറത്താവുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ ലിസ്റ്റായിരിക്കും നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും നേരത്തെ ഇവരുടെ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്തെത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇവരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയിലാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ ഈ ലിസ്റ്റിന്റെ സമയം അല്പം കൂടി നീട്ടി നൽകണം. ഈ ചെറുപ്പക്കാരുടെ കണ്ണീര് സർക്കാർ കാണണമെന്നാണ് ഇവരിപ്പോൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത്.